പണ്ട് കത്തെഴുതുന്ന സമയത്ത് പോലും അപ്പുറത്തും ഇപ്പുറത്തും മാത്രമാണ് സുഖവിവരങ്ങൾ വെക്കുക. മക്കളെ കൊണ്ട് കത്തെഴുതിപ്പിക്കുകയാണെങ്കിലും എനിക്കത്രയും പ്രിയപ്പെട്ട വാപ്പ കണ്ട് വായിച്ചറിയുവാൻ സ്വന്തം മകൾ എഴുതുന്നത് ഇവിടെ എല്ലാവർക്കും സുഖമാണ്, അവിടെയും സുഖമെന്ന് കരുതുന്നു. അതിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുള്ള് പയ്യരങ്ങളാണ്. മതിൽ പൊളിഞ്ഞാടിയിട്ടുണ്ട്, ബുക്ക് വാങ്ങിയിട്ടില്ല, ഫീസ് അടച്ചിട്ടില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, യൂണിഫോം വാങ്ങിയിട്ടില്ല. അവസാനം രണ്ടുപേരും ഒരു സുഖവിവരം കൂടി വലക്കയ്ക്ക് ചുറ്റിടുന്നത് പോലെ എന്നെന്നും സുഖത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം മകൾ. ഇങ്ങനെ പായ്യരങ്ങൾ മാത്രം ഗൾഫിലേക്ക് അറിയിക്കുന്ന കുടുംബങ്ങൾ. ഇന്നത് മാറി എന്നും നെറ്റിലൂടെ വിളിക്കുന്ന കുടുംബക്കാരന്റെ സ്വന്തം ഭർത്താവിന്റെ ഫോണ് അറ്റൻഡ് ചെയ്യാൻ പോലും മടിക്കുന്ന ഭാര്യമാരുടെ കാലം. ഇതൊക്കെ കൗൺസിലിങ്ങിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുക. എന്ന് പറഞ്ഞാൽ 6:30 നടക്കുന്ന സീരിയലിന്റെ ഇടയിൽ, 6:30ക്കും 7-നും ഇടയിൽ, അല്ലെങ്കിൽ 7-നും 7:30ക്കും ഇടയിൽ സ്വന്തം ഭർത്താവ് ഗൾഫിൽ നിന്ന് ജോലി കഴിഞ്ഞെത്തിയിട്ട് തന്റെ പ്രിയതമയുടെ അല്ലെങ്കിൽ തന്റെ മക്കളുടെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നെറ്റിൽ ഒന്ന് വിരലമർത്തിയിട്ട് വിളിക്കുന്ന സമയത്ത് അത് അറ്റൻഡ് ചെയ്യാൻ മടിക്കുന്ന ഭാര്യമാരുടെ ലോകം. പണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് എന്റെ ഭർത്താവ് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകളോളം കാത്തുനിന്ന അതേ ഭാര്യ തന്നെയാണ് ഇന്ന് സ്വന്തം വീട്ടിലേക്ക് ഡെയിലി ഫോൺ വന്നിട്ടും സീരിയലിനെ ഭേദിച്ചുകൊണ്ട് അത് എടുക്കാൻ മടിക്കുന്നത്. അത് ഇന്നത്തെ കാലമാണ്. ചുരുക്കത്തിൽ ഇങ്ങനെ കുടുംബങ്ങൾ ഓരോ വഴിക്കും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യമാർക്ക് ഭാര്യമാരുടെ ലോകം, ഭർത്താക്കന്മാർക്ക് ഭർത്താക്കന്മാരുടെ ലോകം, മക്കൾക്ക് മക്കളുടെ ലോകം. പിന്നെ നമ്മൾ ഈ മൈക്കിലൂടെ പറയാൻ മടിക്കുന്ന പല കാരണങ്ങളും. പ്രഭാഷണത്തിനൊരു ഔചിത്യമുണ്ട് എന്നാണ്. എന്തെങ്കിലും ഒന്ന് മൈക്കിലൂടെ പറയാൻ പാടില്ല. പ്രസംഗത്തിനൊരു ഔചിത്യമുണ്ട്. ആ ഔചിത്യത്തെ പോലും ഭേദിച്ചുകൊണ്ട് അപ്പുറത്തെത്തുന്ന ഡീകൾച്ചറലൈസേഷൻ, ഒരു സംസ്കാരവും ഇല്ലാത്ത രീതിയിൽ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് വിശദീകരിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വാക്കുണ്ട്, ഒരു തിന്മയെ ഇല്ലാതെയാക്കാൻ അതിനെക്കുറിച്ച് അധികം മുദാക്കറ ചെയ്യാതിരിക്കുക എന്നാണ്. ഒരു തിന്മയെ ഇല്ലാതിരിക്കാൻ ആ തിന്മയെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കരുത്, നന്മയെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ആളുകളെ നന്മയിലേക്ക് മാറ്റുക, അല്ലാതെ തിന്മയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ നമ്മൾ അറിയാത്ത രീതിയിൽ അബദ്ധസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബിനികൾ, ആ കുടുംബിനികളെ പോലെ തന്നെ അബദ്ധസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, ഇവരെ കണ്ടുകൊണ്ട് വളരുന്ന മക്കൾ, ആ മക്കളുടെ വേദനകൾ. ചുരുക്കത്തിൽ മലപ്പുറം ജില്ല, ഇപ്പോ മലപ്പുറം ജില്ല എല്ലാ കാര്യങ്ങളെ കൊണ്ട് മുമ്പിലാണ് എന്നാണ് നമ്മുടെ ഒരു വെപ്പ്. ശരിയാണ്. ഈ അടുത്തിടെ കേരളത്തിലെ ഏറ്റവും ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നറിയപ്പെടുന്ന CET എഞ്ചിനീയറിംഗ് കോളേജ്, കേരള സർക്കാരിന്റെ 156 എഞ്ചിനീയറിംഗ് കോളേജിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് തിരുവനന്തപുരത്തെ CET എഞ്ചിനീയറിംഗ് കോളേജാണ് എന്നാണ് സർക്കാരിന്റെ കണക്ക്. അവിടെ നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടി പോയിരുന്നു. അവിടുത്തെ പ്രിൻസിപ്പൽ അന്ന് നമ്മളോട് ഒരു ഭാഷണത്തിൽ പറഞ്ഞത്, ഈ കോളേജിനെ ഇങ്ങനെ മലപ്പുറത്തേക്ക് കൊണ്ടുപോയാലോ എന്ന് ചിലപ്പോഴൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. കാരണം CET കോളേജ് മലപ്പുറം ജില്ലക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എവിടെ നോക്കിയാലും നമ്മുടെ ഇവിടുത്തെ MLA ആയ സമദാനി സാഹിബിന്റെ ജ്യേഷ്ഠന്റെ മകൻ അടക്കം ഇപ്പൊ അവിടെ ഫൈനൽ ഇയറിനുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഏറ്റവും സമർത്ഥരായ മക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന CETയിൽ ബഹുഭൂരിപക്ഷം കുട്ടികൾ മലബാർ പ്രദേശത്ത് നിന്നുമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ നിന്നുമാണ്. അതിന്റെ അർത്ഥം എന്താണ്? മലപ്പുറം ജില്ല വിദ്യാഭ്യാസപരമായി വലിയ പുരോഗതിയിലെത്തി എന്നത് സത്യമാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു സഹോദരൻ, നമ്മളൊരു പാർട്ട്ണർ കൂടിയാണ്, അദ്ദേഹത്തിന്റെ മകൾക്കാണ് AIIMSൽ ഈ ഭാഗത്തുനിന്ന് സീറ്റ് കിട്ടിയത്. നിങ്ങളൊക്കെ പത്രത്തിലൂടെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വലിയ റാങ്കോട് കൂടി അവൾ വരികയുണ്ടായി. ഇപ്പൊ അവിടെ പഠിക്കുന്നത് ഡൽഹിയിലെ AIIMSൽ, ഇന്ത്യയിൽ പഠിക്കാവുന്ന ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജ്. അപ്പൊ ചുരുക്കത്തിൽ അവിടെ നമ്മൾ ആ കുട്ടിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ 400-ലേറെ കുട്ടികൾക്ക് അവിടെ കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് കിട്ടുകയുണ്ടായി. കേരളത്തിൽ മൊത്തത്തിൽ അതിലേതാണ്ട് പകുതിയോളം സീറ്റുകൾ മലപ്പുറം ജില്ലക്കാർ കരസ്ഥമാക്കി എന്നതാണ്. മലപ്പുറം ജില്ലയാണ് പകുതിയോളം സീറ്റുകൾ AIIMSൽ കണക്കാക്കിയിട്ടുള്ളത്, അഥവാ അവർ സ്ഥിരമാക്കിയിട്ടുള്ളത്. ചുരുക്കത്തിൽ വിദ്യാഭ്യാസപരമായി പുരോഗതിയിലെത്തുമ്പോഴും നമ്മുടെയൊക്കെ കുടുംബത്തിലെ മക്കൾ എന്തുകൊണ്ട് അത്രമാത്രം പുരോഗതിയിലെത്തുന്നില്ല എന്നൊരു ചിന്ത ഇവിടെ ബാക്കി കിടക്കുന്നു. മലപ്പുറം ജില്ലയിൽ നിന്ന് സിവിൽ സർവീസുകാർ ഉയരുന്നു. മലപ്പുറം ജില്ലയിലെ ഓരോ വീടുകളിലും ഡോക്ടർമാരുടെ എണ്ണം കൂടുന്നു. മലപ്പുറം ജില്ലയിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. പക്ഷേ നമ്മുടെയൊക്കെ വീടുകളിൽ എന്തുകൊണ്ട് ഇങ്ങനെ മക്കൾ ഉണ്ടാകുന്നില്ല എന്നതിന്റെ ഉത്തരം, ഉണ്ടാകുന്ന വീട്ടുകാരുണ്ട് ഈ കൂട്ടത്തിൽ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ബഹുഭൂരിപക്ഷം കുടുംബത്തിലും
വളരെ ബൗദ്ധികപരമായി ബുദ്ധിപരമായി പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം നമ്മൾ കുടുംബിനികളാണ്, നമ്മൾ കുടുംബത്തിൽ അന്തരീക്ഷമാണ്. ഇത് ഒരു ഭാഗത്ത്. അഥവാ കുട്ടികളെ വേണ്ട രീതിയിൽ ട്രാക്ക് ചെയ്യാതെ, വേണ്ട രീതിയിൽ പഠനത്തിന് നല്ലൊരു സംവിധാനം ഒരുക്കി കൊടുക്കാതെ അവരെ നിരാകരിച്ചുകൊണ്ടിരിക്കുന്ന, തമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബിനികൾ ഉള്ളിടത്തോളം കാലം ആ കുടുംബത്തിൽ നിന്ന് നല്ലൊരു ഡോക്ടറോ നല്ലൊരു എഞ്ചിനീയറോ നല്ലൊരു വ്യക്തിയോ ഒരു ഉത്ഭവം നടത്തുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിദ്യാഭ്യാസപരമായി നമ്മുടെ കുട്ടികളെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ കുടുംബത്തിന്റെ അന്തരീക്ഷം ശരിപ്പെടുത്താൻ നമുക്ക് പറ്റുന്നില്ല. അതിലുപരി സ്വന്തം ഭർത്താവിനോടുള്ള നല്ല കേവല ബന്ധം പോലും നമുക്ക് നല്ല രീതിയിലാക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം നമ്മുടെ മക്കളെ വേണ്ട രീതിയിലുള്ള സ്വഭാവ രൂപീകരണം നടത്തി മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഞാൻ ഈ നെഗറ്റീവുകൾ പറയുകയല്ല, അതിനപ്പുറം നെരൂദയുടെ കവിതയിൽ പറയുന്നത് പോലെ, ഫസ്റ്റ്ലി ദേ കെയിം ഫോർ ദി സോഷ്യലിസ്റ്റ്, ഐ ഡിഡ്ന്റ് സ്പീക്ക് അബൌട്ട് ഇറ്റ് ബിക്കോസ് ഐ ആം നോട്ട് എ സോഷ്യലിസ്റ്റ്. Then they came for the communist. I didn't speak about it because I am not a communist. Then they came for the Islamist. I didn't speak about it because I am not an Islamist. Finally they came for me. പ്രശസ്തനായ ഒരു കവിയുടെ വരികളാണ്. ആദ്യം അവർ സോഷ്യലിസ്റ്റുകാരെ തേടിയെത്തി, പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല, കാരണം ഞാനൊരു സോഷ്യലിസ്റ്റുകാരനായിരുന്നില്ല. പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടിയെത്തി, അന്നും ഞാനൊന്നും പറഞ്ഞില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. പിന്നീട് അവർ ഇസ്ലാമിസ്റ്റുകളെ തേടിയെത്തി, അന്നും ഞാനൊന്നും പറഞ്ഞില്ല, കാരണം ഞാനൊരു ഇസ്ലാമിസ്റ്റ് ആയിരുന്നില്ല. ആ കവി അവസാനം പറയാണ്, ഫൈനലി ദേ കെയിം ഫോർ മീ. അവസാനം അവർ എന്നെ തേടി വന്നു, പക്ഷെ അവരാരും ഒന്നും തന്നെ പറഞ്ഞില്ല, കാരണം അവരാരും ഞാനായിരുന്നില്ല. ഇങ്ങനെ നമ്മൾ പത്രത്തിലൂടെ കേൾക്കുന്ന വാർത്തകൾ, ടിവിയിലൂടെ കാണുന്ന വാർത്തകൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കുടിയേറി പാർത്തിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ മെല്ലെ സ്റ്റെപ്പുകൾ ഇങ്ങനെ വെച്ചു വരികയാണ്. ഇങ്ങനെ എവിടെയോ മക്കൾ ഒളിച്ചോടിപ്പോയ കഥകൾ കേൾക്കുമ്പോൾ, നമ്മൾ പത്രത്തിലൂടെ വായിക്കുമ്പോൾ, അത് പിന്നീട് കാടാമ്പുഴയിലെ നമ്മുടെ കുടുംബത്തിലേക്ക് വരെ അതിന്റെ സ്റ്റെപ്പുകൾ കയറി വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മളൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ല ഒരിക്കൽ, പക്ഷെ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് അത് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോടതിയുടെ മുറ്റത്ത് വെച്ചിട്ട് വരെ, അല്ലെങ്കിൽ കോടതിയിൽ നിൽക്കുന്ന, കൂട്ടിൽ നിൽക്കുന്ന ഉമ്മയുടെ നേരെ നോക്കിയിട്ട് ഈ തള്ളയെ എനിക്ക് വേണ്ട, എനിക്ക് ഇവനെ മതി എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടികളുടെ എണ്ണം ഈ മലപ്പുറം ജില്ലയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുടുംബത്തിന്റെ പശ്ചാത്തലം മറ്റൊരവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ബൃഹത്തായ കുടുംബ സംഗമം നടത്തി അതിലൂടെ കുടുംബത്തിന്റെ ഒരു ഉദ്ദീപനം, അല്ലെങ്കിൽ ഒരു നവജാഗരണം, അല്ലെങ്കിൽ ഒരു നവോത്ഥാനം എന്ന ഒരു ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. ഇവിടെയാണ് കുടുംബ സംഗമത്തിന്റെ ഏറ്റവും വലിയ അന്തരീക്ഷം. ഇതിന്റെ പിന്നിൽ ഇത്തരം ക്ലാസുകളുടെയൊക്കെ സമഞ്ജസമായ ഒരു സമന്വയം നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും അതിന്റെ പേരിൽ നമ്മുടെ സഹോദരന്മാർ ഇത്തരത്തിലുള്ള ആളുകളെ വിളിച്ചൊരുക്കുന്നതും. ഇനി വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം, നമ്മുടെയൊക്കെ കുടുംബ പശ്ചാത്തലം എന്താണ്? ആലസമ്പാട്ടിൽ കുടുംബം മാത്രമല്ല, ഇനി എന്റെ കുടുംബം എടുത്താലും, ഇവിടെ ഏത് കുടുംബം എടുത്താലും, നമ്മുടെ ഒരു ഗൃഹാന്തരീക്ഷത്തിൽ വാശിയുടെയും വീറിന്റെയും പരസ്പരമുള്ള അസൂയയുടെയും ഇതിന്റെയൊക്കെ ഒരു കുടുംബാന്തരീക്ഷമാണ്. ഇല്ല എന്ന് നിങ്ങൾ പറ. നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിച്ചു നോക്കി, നമ്മുടെ അടുക്കളയ്ക്ക് എന്നാണ് വലിപ്പമില്ലാതെ പോയത്? അനിയൻ വീട് വെക്കുമ്പോൾ മാത്രമാണ്. ഒന്നും കൂടി വിശദീകരിച്ചു പറയാം. നമ്മളൊരു വീട് വെച്ചു എന്ന് വെക്കുക, അങ്ങനെ അപ്പോ വീടൊക്കെ ഉഷാറായി ഇങ്ങനെ നല്ലപോലെ പോവാൻ. അതിലിടക്ക് ഭർത്താവിന്റെ അനിയൻ അപ്പുറത്തൊരു വീട് വെച്ചു, അത് കുറച്ച് വലിയ വീടായിപ്പോയി. ആ വീടിന്റെ അടുക്കള സന്ദർശിച്ചപ്പോൾ ഇവിടത്തെ അടുക്കളയേക്കാൾ ഡബിൾ വലിപ്പമാണ്. അന്ന് മുതലാണ് ഇവിടെ വക്കാണം കൂടുക. ഭർത്താവിനോട് അന്ന് മുതലാണ് പറയാൻ തുടങ്ങുക, നിങ്ങളൊരു ഒടുക്കത്തിൽ അടുക്കള ഉണ്ടാക്കിയിട്ടുള്ളത്, എന്തൊരു അടുക്കളയത് കണ്ടില്ല, അവിടെ അടുക്കള ഉണ്ടാക്കിക്കണം. ചുരുക്കത്തിൽ നമ്മുടെ അടുക്കള ചെറുതാണ് എന്നതല്ല നമ്മുടെ വിഷയം, നമ്മുടെ ഇളയച്ഛന്റെ അടുക്കള വലുതാണ് എന്നതാണ് നമ്മുടെ വിഷയം. നമ്മുടെ കുട്ടി A+ വാങ്ങിയിട്ടില്ല എന്നതല്ല നമ്മുടെ വിഷയം, അയൽവാസിയുടെ കുട്ടികൾ A+ വാങ്ങിയിരിക്കുന്നു എന്നതാണ് നമ്മുടെ വിഷയം. നമ്മൾ സമ്പന്നരല്ല എന്നത് നമ്മുടെ വിഷയമല്ല, അയൽവാസി സമ്പന്നനാണ് എന്നതാണ് നമ്മുടെ വാശിയുടെ, അസൂയയുടെ കാരണം. ഈ കുടുംബാന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ പിന്നെ എന്തായിരിക്കും ലക്ഷ്യം വെക്കുക? പഠനം ലക്ഷ്യം വെക്കാതെ, ജീവിതത്തിന്റെ നല്ല അർത്ഥങ്ങൾ ലക്ഷ്യം വെക്കാതെ, നല്ലൊരു രീതിയിലുള്ള ജീവിതം കാഴ്ചവെക്കണം എന്നത് ലക്ഷ്യം വെക്കാതെ, വെറും പൈസ എന്നതിന്റെ പേരിൽ മാത്രം മുന്നോട്ട് ഗമിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറുന്നതിൽ എന്താണ് തെറ്റ്? കാരണം നമ്മൾ ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്നത് കുട്ടികളെ വെറും പൈസയുടെ മൂല്യങ്ങളെയാണ്.
നല്ലോണം പഠിച്ചോ. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് നമുക്ക് പറയാനുള്ളത് എന്താണ്? നല്ലോണം പഠിച്ചോ, പഠിച്ചാലേ എവിടെയെങ്കിലുമൊക്കെ എത്തുള്ളൂ, എന്നാലേ 4 പൈസ കിട്ടുള്ളൂ. അങ്ങനെ 1-ാം ക്ലാസ്സിലെ നിഷ്കളങ്കനായ 5 വയസ്സുകാരന്റെ ഹൃദയത്തിലേക്ക് പോലും കൂരമ്പ് പോലെ ചെറുപ്പത്തിൽ തുളച്ചു കയറുന്നത് സമ്പത്തുള്ളവനാകണമെന്നതാണ്. ആ സമ്പത്ത് എങ്ങനെയെങ്കിലൊക്കെ നേടി ആരെയെങ്കിലൊക്കെ വഞ്ചിച്ച് ആരെയെങ്കിലൊക്കെ ചതിച്ച് നേടാം എന്നുള്ള ഫിലോസഫിയാണ്, എന്ന തത്വശാസ്ത്രമാണ് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇവിടെ കുട്ടികളുടെ അന്തരീക്ഷത്തിൽ പൈസയുണ്ടാക്കിയാൽ മതി എന്ന ചിന്തയിലേക്ക് പോകുമ്പോൾ അവസാനം എന്ത് സംഭവിച്ചു? വാപ്പയും മകനും തമ്മിലൊരു കച്ചവടം നടത്തിയപ്പോ വാപ്പ കമ്മീഷൻ കൊടുക്കാത്തതിന്റെ പേരിൽ രാത്രിയിൽ കഠാര കൊണ്ട് വാപ്പയെ കുത്തി കൊലപ്പെടുത്തുന്ന മക്കൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകുന്നത് ഈ ഒരർത്ഥത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറും പൈസയുടെ മാനദണ്ഡം വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കണമെന്ന ഒരേ ലക്ഷ്യത്തോടു കൂടി നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അവസാനം അത് കഠാരയായി വരുന്നത് സ്വന്തം പിതാവിന്റെ നെഞ്ചിലേക്ക് തന്നെയാണ് എന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും നമ്മൾ മനസ്സിലാക്കിയതാണ്. സ്വന്തം പിതാവ് പറമ്പ് വാങ്ങിച്ചതിന്റെ കമ്മീഷൻ കൊടുക്കാത്തതിന്റെ പേരിലാണ് പിതാവിനെ കുത്തി പരിക്കേൽപ്പിച്ചതും. ആ കാരണത്താൽ